സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. അയ്യപ്പൻ എന്ന് പറയുന്നത് എനിക്ക് അവിശ്വസനീയമായിട്ടുള്ള ദാറ്റ്സ് എ യൂണിവേഴ്സൽ പവർ. അയ്യപ്പൻ പാട്ട് പാടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. 21 പ്രാവശ്യം ശബരിമല പോയിട്ടുണ്ട്. ഹരിവരാസനം അതൊരു മഹാഭാഗ്യമാണ്. മോർ ദാൻ എ നാഷണൽ അവാർഡാണ്. 4 പ്രാവശ്യം ആ അവാർഡ് കൊടുത്തത് പമ്പയിൽ വെച്ച്. 5ാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടുന്നത് സന്നിധാനത്തിൽ വെച്ച്. ഈ ഇത്രയും നാൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് അയ്യപ്പനെ ശരിക്കൊന്ന് കാണാൻ സാധിച്ചതെന്നാണ്. ഹരിവരാസന അവാർഡാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്. ഒരുപാട് ന്യൂ ജനറേഷൻ ആണ്, അല്ലെങ്കിൽ ജെൻസി ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ജെൻസി. അത് കൊള്ളാം, ഒരു പുതിയ വേർഡാണ്. എന്താണ് അതിന്റെ ഒരു മീനിങ്? അവരൊക്കെ ഇപ്പോഴും ഹെഡ്ഫോണിൽ കേൾക്കുന്ന പാട്ടുകളിൽ ആദ്യം ഒന്ന് മേ ബി പമ്പാ ഗണപതി ആയിരിക്കും. പമ്പാ ഗണപതി, അതുപോലെ തന്നെ ഒരുപാട് പാട്ട്. സാമവേദം ഒക്കെ സാമവേദം ഒരു നാഷണൽ ആന്തമായിട്ട് മാറി. ഗിരീഷിന് പിന്നെ എഴുതാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് കോഴിക്കോട് നിന്ന് വരും. പിറ്റേ ദിവസം രാത്രിയിലാണെങ്കിലും പിറ്റേ ദിവസം വെളുപ്പിനാണെങ്കിലും പോകുന്നതിന് മുമ്പ് 10 പാട്ട് എഴുതി കവറിലിട്ട് ഇഞ്ഞ് തരും. അത് നോക്കേണ്ട കാര്യമില്ല. പല റീലും ഞാൻ കണ്ടു. ഒരു റീലില് ഒരാള് വിശ്വാസി അല്ലാത്ത ഒരാള് പാട്ട് കേട്ടിട്ട് എന്റെ പാട്ട് കേട്ടിട്ട് പോകുന്നെന്ന് പറയുന്നത്. 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഇതുവരെ സാമവേദം പാടിയത്. എന്റെ മാതാപിതാക്കൾ എന്നെ വിളിച്ചു, സാറിന്റെ പാട്ട് പാടിയിട്ട് ശബ്ദം വെളിയെ വന്നു പാടാൻ സാധിച്ചൊരു കുട്ടിയാന്ന് തോന്നുന്നു. അടിപൊളി പാട്ടാണ്. അഹമനോരഞ്ജിനി സുരഞ്ജനി, അത് ആ രീതി പോയി. അപ്പൊ അത് പാടുമ്പോ ഒക്കെ ഞാൻ മോഹൻലാൽ. നമസ്തേ. വൃശ്ചിക മാസത്തെ ഭക്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളില്ലാതെ മലയാളിക്ക് ഒരു വൃശ്ചിക മാസവും കടന്നു പോകാറില്ല. നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട MG ശ്രീകുമാറിന്റെ അടുത്താണ്. അദ്ദേഹത്തിന്റെ അയ്യപ്പൻ പാട്ടുകളുടെ വിശേഷങ്ങളും ശബരിമലയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും എല്ലാം നമുക്കൊന്ന് ചോദിച്ചു വരാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ബെൻസൺ സ്റ്റുഡിയോസിലാണ്. സാറിന്റെ അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് ഒരുപാട് വേദിയായിട്ടുള്ള ഇടങ്ങളാണ്. സോ ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഓർമ്മകളിലേക്ക് കൂടിയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ റെക്കോർഡിസ്റ്റ് സുനീഷാണ് എൻ്റെ തുടക്കം മുതലുള്ള അയ്യപ്പൻ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ സ്റ്റുഡിയോ ഇവിടെ അല്ലായിരുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തായിരുന്നു. അതിനുശേഷം ജഗതിയിൽ വേറൊരു സ്ഥലത്ത് പോയി. പിന്നെ ഇപ്പൊ ഇവിടെ വലിയ സ്റ്റുഡിയോ ആയിട്ട് വന്നു. അപ്പൊ ഇപ്പൊ ഇറങ്ങിയ വേദപമ്പ ഓമനിച്ച കേട്ട് കാണല്ലോ. വേദപമ്പ ഓമനിച്ച സ്വാമി അയ്യനി സ്വരവേരുണങ്ങിടാതെ എന്നെ കാത്തിടേണമേ, ആ പാട്ട് ഇവിടെയാണ് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തത്. അതായത് എല്ലാം, എവറിഥിങ് A to Z. അപ്പൊ അതിപ്പോ ഏകദേശം 2 ലക്ഷം ആൾക്കാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ എല്ലാ അയ്യപ്പ ഭക്തി ഉള്ള എല്ലാവരോടും, എല്ലാ അയ്യപ്പന്മാരോടും നന്ദി പറയുന്നു. കാരണം ഈ പാട്ട് ഏറ്റെടുത്ത് എഴുതിയത് രാജീവ് ആലിംഗലാണ്. ആ ഒരു കോംബോ അയ്യപ്പ ഭക്തർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. അല്ല, അതിനു മുമ്പ് ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിനി കാസറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അവർക്ക് വേണ്ടിയാണ് പാടിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ PTP നഗറിൽ വെച്ചിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അതായത് നമ്മുടെ വേണു നാഗവള്ളി സാറ് താമസിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വീട്ടിൽ ആയിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ഈ കമ്പോസിങ് വെച്ച്. അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 10 പാട്ട് ഇറക്കുന്ന ഒരു കാസറ്റ്. ആ കാസറ്റ് യുഗം മാറി. അതിനുശേഷം CD വന്നു. ആ CD യുഗം മാറിയിട്ട് ഇപ്പൊ CD എല്ലാം പോയി. അപ്പൊ ആ കടകളൊക്കെ ഇപ്പം മൊബൈൽ ഷോപ്പും ബേക്കറിയും ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോമ്പറ്റീഷൻ തന്നെയാണ്. ഇപ്പം പൊളിറ്റിക്കലി ആയാലും നമ്മൾ ഇതൊക്കെ ആയാലും എന്ത് വന്നാലും കോമ്പറ്റീഷൻ ഈസ് കോമ്പറ്റീഷൻ. എൻ്റെ അയ്യപ്പൻ പാട്ടിന്റെ തുടക്കം ഞാൻ രഞ്ജിനി കാസറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. അത് തൃപ്പടി എന്ന് പറഞ്ഞ ഒരു അയ്യപ്പ ഭക്തിയാണ്. അത് എഴുതിയത് ബിച്ചു തിരുമലച്ചേട്ടൻ. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിരുന്നു. അത് അന്ന് അവർ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കമ്പനി വന്നതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്നത്. പക്ഷേ അവിടെ കൊച്ചിയിൽ റെക്കോർഡ് ചെയ്യുന്നത് CAC എന്ന് പറയും, അവിടുത്തെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ ശാന്ത സിസിലി എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. അവിടൊക്കെയാണ് റെക്കോർഡിങ്.
അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോവും, ഓർക്കസ്ട്ര അവിടെ വരും, എന്നിട്ട് അവിടെ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതായിരുന്നു തൃപ്പടി. അങ്ങനെ കുറേ കാസറ്റുകൾ ഞാൻ രഞ്ജിനിക്ക് വേണ്ടി പാടി. പാടിയതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു കമ്പനിക്ക് വേണ്ടി പാടുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു കമ്പനി തുടങ്ങി. അതാണ് KMG മ്യൂസിക്സ്, കമലാക്ഷേമ മലബാർ ഗോപാൽ എന്ന KMG. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓണപ്പാട്ടുകൾ, അതിനകത്ത് അന്ന് ഓണം ഹിറ്റാണ്. ഹിറ്റാണ്. കാരണം ഓണപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ആകുന്നതിന് മുമ്പ്, തിരുവോണത്തിന് മുമ്പ് ഒരു ഒരു 15-20 ദിവസം മുമ്പ് നമ്മൾ ഈ ഓണപ്പാട്ടുകൾ റിലീസ് ചെയ്ത് അത് ദാസേട്ടൻ്റെ തരങ്ങണിയും ഞങ്ങളൊക്കെയാണ് ഈ കോമ്പറ്റീറ്റേഴ്സാണ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ആണല്ലോ, അതെ പൊളിറ്റിക്കലി ഓർ ഇനി എന്ത് രീതിയിലാണെങ്കിലും അത് കോമ്പറ്റീഷനാണ്. അപ്പോൾ അന്ന് നമ്മൾ അന്നൊരു ആഘോഷമാണ്. അതായത് ഈ ഓണം ആയാലും അയ്യപ്പനായാലും പിന്നെ റംസാൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ 10 പാട്ടുകൾ നമ്മുടെ വിജയിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും അതുപോലെ അതിനുവേണ്ടി വർക്ക് ചെയ്യും. ശരിക്കും ഇവിടെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയർ അടുത്ത് ചോദിച്ചാൽ അറിയാം. ഞാൻ എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, ജഗതിയിൽ. അപ്പോൾ അവിടുന്ന് ഞാൻ ഇവിടെ വരും, വന്നിട്ട് ഒരു ദിവസം വെറുതെ വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ കുറേ ട്യൂണുകൾ അങ്ങ് പാടും. ഒരു റിതം ഇവിടെ പ്ലേ ചെയ്യും. പ്ലേ ചെയ്തിട്ട് ഞാൻ ടറ്റാ ടറ്റാ ടാ ടറ്റാ ടാ ടാ ടറ്റാ തരര ടാര ടാര ടറ്റേ ടാ ടറ്റാ തരരാ ദരരാ 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 തരരാരരാരരാരരാരര എന്നൊരു ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ടിട്ട് ആ റിതത്തിലിട്ടിട്ട് അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 18-20 പാട്ട് പല്ലവി അനുപല്ലവി മാത്രം റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം വരും. പിറ്റേ ദിവസം വന്ന് ആദ്യം ഇത് മുഴുവൻ കേൾക്കുമ്പം ചില പാട്ടുകളൊക്കെ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. ചിലപ്പോൾ ഈ കുറേ പാട്ടുകൾ ചെയ്തതിൽ ഒരു 7 പാട്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത്. ആ 7 പാട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു 10-12 പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യും. അത് കമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസം വരും. എന്നിട്ട് ഈ 7ഉം അന്ന് കമ്പോസ് ചെയ്ത് എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൊത്തത്തിൽ ഒരു 6 പാട്ടേ നമുക്ക് ഈ 2 ദിവസം റെക്കോർഡ് ചെയ്തതിൽ നമുക്ക് ഒരു രസകരമായിട്ട് തോന്നത്തുള്ളൂ. പിന്നെ അടുത്ത ദിവസം വർക്കൗട്ട് ചെയ്ത് അവസാനം എല്ലാവരും കേൾക്കുമ്പോഴത്തേ ആഹാ എന്ന് പറയുന്ന ഒരു 9 പാട്ടിൽ വന്ന് നമ്മൾ ഈ ചുരുക്കിയെടുക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുക്കി ഈ 9 പാട്ടാകുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കും ആരെ വിളിക്കണം. അപ്പോൾ അന്ന് വിളിക്കേണ്ട കാര്യമില്ല, ഗിരീഷ് എത്തും. ഗിരീഷിന് പിന്നെ എഴുതാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് കോഴിക്കോട് നിന്ന് വരും. പിറ്റേ ദിവസം രാത്രിയിലാണെങ്കിലും പിറ്റേ ദിവസം വെളുപ്പിനാണെങ്കിലും പോകുന്നതിന് മുമ്പേ 10 പാട്ട് എഴുതി കവറിലിട്ട് ചെയ്ത് തരും. അത് നോക്കേണ്ട കാര്യമില്ല, അത് കൃത്യമായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരുപാട് കമ്പനിക്ക് വേണ്ടി മാറി വർക്ക് ചെയ്തു. അതായത് മാഗ്ന സൗണ്ട്, അങ്ങനെ കുറേ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ ഈ KMG മ്യൂസിക്സിൽ വന്നിട്ട് അയ്യപ്പൻ പാട്ടിൻ്റെ യഥാർത്ഥമായിട്ട് തുടങ്ങുന്നത്. അന്ന് എൻ്റെ അയ്യപ്പൻ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഒരു മോഡ് ഞാൻ സെറ്റ് ചെയ്തു. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അന്ന് പാടിയ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാരായിട്ട് പാടുന്നുണ്ട്. പമ്പ, അതുപോലെ തന്നെ പല പമ്പ എന്ന് പറയുന്ന ആൽബത്തിലെ എല്ലാ സോങ് ഹിറ്റാണ്. അപ്പം അങ്ങനെ എന്തോ അയ്യപ്പൻ്റെ ഒരു കടാക്ഷമാണ്. അല്ലാതെ ഞാനല്ലല്ലോ ഇതൊന്നും, നമ്മളല്ല ഒന്നും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കും, പലതും ആഗ്രഹിക്കും, പക്ഷെ ഒരിക്കലും അത് നടക്കണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത ചിലതായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്നത് എനിക്ക് അവിശ്വസനീയമായിട്ടുള്ള ഒരു ശക്തിയാണ്. ദാറ്റ്സ് എ യൂണിവേഴ്സൽ പവർ എന്ന് പറയും. അതായത് ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ഭഗവാനായിട്ടല്ല ഞാൻ കാണുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയാണ് അയ്യപ്പൻ. അത് പലപ്പോഴും കാണിച്ചു തരുന്നുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് മുതിർന്നവർ ഇപ്പം ഭക്തി കുറഞ്ഞു വരുന്ന സമയമാണ്. കുട്ടികൾ വലിയവരല്ല, നമ്മുടെ ശബരിമല തിരക്ക് കണ്ടല്ലോ, ഭക്തി കൂടി അവിടെ. അപ്പോൾ അവർ പോകുന്നവരൊക്കെ അവരുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം നേരായ വഴിക്ക് ഇപ്പോഴത്തെ ഈ ഡ്രഗ്സും ബാക്കിയൊക്കെ ഉള്ള മാറ്റിയിട്ട് നൽമാർഗത്തിലൂടെ നല്ല രീതിയിൽ വളർന്ന ഭക്തിയോടുകൂടി, കാരണം ഒരു ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല, ഈ പ്രപഞ്ചത്തിന്, നമ്മുടെ ഈ പ്രപഞ്ചമാണ് എല്ലാം. സൂര്യൻ, അതുപോലെ തന്നെ വായു, അഗ്നി, വെള്ളം, അതുപോലെ അങ്ങനെ കുറേ പവേഴ്സ് ഉണ്ട്, യൂണിവേഴ്സൽ പവേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ നോക്കണം. ഇപ്പം തന്നെ നോക്കി മഴ പെയ്യുന്ന നോക്കി, എന്തുമാത്രം മഴയാണ് ഇത്. ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനിടെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും പേമാരി ഇങ്ങനെ സമയം തെറ്റിയും അല്ലാതെയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക.
ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ അല്ലേ പ്രകൃതിയുടെ ഓരോ തീർച്ചയായും. വികൃതികളാണ്. നമ്മൾ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രപഞ്ചത്തിനെ സ്നേഹിച്ചാൽ, അതായത് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പൻ, അതുപോലെ ആരാണേലും അള്ളാഹു ആണേലും അതും പ്രപഞ്ച ശരിയാണ്. പാലകനാണ്. ജീസസ് ആണേലും പ്രപഞ്ച പാലകനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ അപ്പം സാറ് പറഞ്ഞല്ലോ ഇപ്പൊ കുട്ടികളിലേക്ക് അതെ. ഈ ഒരു ആത്മീയതയെ എത്തിക്കുക. അതിന് ഇപ്പൊ പാട്ടുകൾ വഹിക്കുന്ന വലിയൊരു പങ്കുണ്ട്. കാരണം ഉം. ഇന്നിപ്പോ ഒരുപാട് ന്യൂ ജനറേഷൻ ആണ് അല്ലെങ്കിൽ ജെൻസി ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുട്ടികളാണെങ്കിലും ഞാൻ ഈ കേൾക്കുന്നത്. വാക്ക് കേട്ടായിരുന്നു കേട്ടോ. എന്നെ വേറൊരു ചാനലിൽ നിന്ന് വിളിച്ചു. ആ, എനിക്ക് എല്ലാവർക്കും കൂടി ഇന്റർവ്യൂ ചെയ്യാൻ വയ്യ. അവർക്കും ഞാൻ പറഞ്ഞു ഞാൻ മറ്റന്നാൾ ഒരു വിദേശ യാത്രയുണ്ട്. ഓ, അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ജെൻസി, ജെൻസി. അത് കൊള്ളാം. ഒരു പുതിയ വേർഡാണ്. എന്താണ് അതിന്റെ ഒരു മീനിങ്? അത് ഒരു കൊച്ചുകുട്ടികൾ. 2000ത്തിന്റെ മുകളിലേക്കുള്ള കുട്ടികളാണ്. ആ ആ ആ അപ്പൊ എന്ന് വെച്ചാൽ അവരൊക്കെ ഇപ്പോഴും ഹെഡ്ഫോണിൽ കേൾക്കുന്ന പാട്ടുകളിൽ ആദ്യം ഒന്ന് മേ ബി പമ്പാ ഗണപതി ആയിരിക്കും. പമ്പാ ഗണപതി അതുപോലെ തന്നെ ഒരുപാട് പാട്ടുണ്ട്. ഒരുപാട് സാമവേദം ഒക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സാമവേദം. കുട്ടികളുടെ സാമവേദം ഏറ്റവും ഒരു നാഷണൽ ആന്തമായിട്ട് മാറി. മാറി. ഇപ്പൊ നമ്മൾ സാറിന്റെ പാട്ടുകൾക്ക് അടിയിലുള്ള കമന്റുകൾ നോക്കിയാലും ആ, ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാതെ നമുക്ക് ഉം. ശബരിമലക്കാലത്ത് കടന്നു പോകില്ല എന്നുള്ളൊരു ഇത് വലിയൊരു സത്യമുണ്ട് ഇത് എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ചിട്ടാണോ? അല്ല. ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഭഗവാൻ ഈ പ്രപഞ്ചം തിരിച്ചു തരുന്നു. അയ്യപ്പൻ തിരിച്ചു തരുന്നൊരു വരദാനമാണ്. കാരണം ഒന്നുമില്ലേലും ആൾക്കാർക്ക് ഇപ്പോഴും പല റീലും ഞാൻ കണ്ടു. ഉം. കാരണം ഒരു റീലിൽ ഒരാൾ വിശ്വാസി അല്ലാത്ത ഒരാൾ പാട്ട് കേട്ടിട്ട് എൻ്റെ പാട്ട് കേട്ടിട്ട് പോകുന്നതെന്ന് പറയുന്നു. അതൊക്കെ ഒരു അതൊക്കെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആരോ പറയുന്നു, ചെയ്യുന്നു. ശരിക്കും ഈ മ്യൂസിക്കിന് വലിയൊരു പവർ ഉണ്ടെന്ന് ഉണ്ട്. വിശ്വസിക്കുന്നവരാണ്. ഇപ്പൊ സാറ് തന്നെ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഉം. ആ ജീവിതത്തിൽ ഇതുവരെ സംസാരിക്കാൻ സാമവേദം. സാമവേദം പാടിയത്. ഉം. അപ്പൊ ആ ഒരു സന്ദർഭം ആ കുട്ടിയെ കണ്ടപ്പോഴുണ്ടായ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ആ കുട്ടിയെ കണ്ടപ്പോൾ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉം. മാതാപിതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ സാറിൻ്റെ പാട്ട് പാടിയിട്ട് ഇങ്ങനെ ശബ്ദം വെളിയിൽ വന്നു, പാടാൻ സാധിച്ചൊരു കുട്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് കുറച്ച് അപാധകളുണ്ട്. എങ്കിലും നല്ല സുന്ദരി കുട്ടിയാണ്. അപ്പം ജനിച്ച് വീണപ്പോൾ തൊട്ട് സംസാരിക്കുന്നില്ല. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഭക്തിഗാനസുധ നടക്കുന്ന സമയത്ത് ഈ കുട്ടി അവിടെ പോകുന്നു. അപ്പം അതിന് മുമ്പ് ആ കുട്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഉം. ഒരു ദിവസം ഒരു 20 പ്രാവശ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാലും സാമവേദം എന്നുള്ള പാട്ടാണ്. അപ്പം വീട്ടുകാർക്കൊക്കെ ഭയങ്കര വിഷമം. നന്നായിട്ട് പഠിക്കും, കാണും, എഴുതും എല്ലാം ചെയ്യും. പക്ഷേ സംസാരം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ നമ്മുടെ ഈ ചെറുവിരലിനൊരു വേദന വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ പ്രശ്നമാണ്. അതെ. നമ്മൾ വിചാരിക്കുമോ ഇതല്ലേ കുഴപ്പമില്ലെന്ന് ആ, വിചാരിക്കും. പക്ഷേ അതും പ്രശ്നം. അപ്പോൾ സംസാരം ഇല്ല, അല്ലെ കണ്ണ് കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വലിയൊരു എന്താണ് പറയുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കുട്ടി ഈ ഭക്തിഗാനസുധയിൽ പോയി നിന്നിട്ട് പെട്ടെന്ന് പറഞ്ഞത് നടന്ന കാര്യമാണ്. ഇത് ഞാൻ എന്താണ് പറയുന്നത് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാവുന്ന കാര്യമാണ്. ഒരു പാട്ട് പാടണമെന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു മോക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ച് സ്റ്റേജിൽ കയറി അവിശ്വസനീയമായ രീതിയിൽ സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ തത്വമസി പൊരുളേ നിത്യസത്യദയാനിധിയേ കൽപ്പാന്തമിഴീതൽ തുറന്നീടണേ ഈ പാട്ട് പാടി. അപ്പോൾ അതൊരു വലിയ അതിശയമല്ലേ. മാത്രമല്ല ഞങ്ങൾ ഇത് എത്രയോ വർഷത്തിന് മുമ്പ് ഈ പാട്ടുണ്ടാക്കുമ്പോൾ ഇത്രയും വലിയൊരു സംഭവമായിട്ട് മാറുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം എന്തിനും ഏതിനും ഇപ്പോൾ ഈ പാട്ടായിട്ട് മാറി. അതെ. എനിക്ക് ഇന്നലെ ഒരു ഭക്തി ഉം. ഗാനങ്ങൾ ആലപിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ സത്യസായി ബാബ ഓ, ട്രസ്റ്റിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ബാബയുടെ പാട്ട് പാടുന്നെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ പാടിയ പാട്ട് അവിടെ ഇരുന്നവരെല്ലാവരും പാടിയ പാട്ട് ഈ സാമവേദം. സാമവേദമാണ്. ശരിക്കും ഇപ്പൊ അങ്ങയെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ പാട്ടിനെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങ് തന്നെ സാമവേദം നാവിൽ നിർത്തിയ സ്വാമിയെ ഉം. എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ എന്ന് പാടുമ്പോ ഉം. അതിനോടുള്ള ഒരു എന്താ പറയാ അവിടെ നമ്മളെ അർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് പിന്നെ അയ്യപ്പനിലേക്ക്. പിന്നെ അപ്പൊ അത് വളരെ വലിയൊരു അനുഭൂതിയല്ലേ? പിന്നെ സംശയമുണ്ട്. കാരണം വെച്ചാൽ അയ്യപ്പൻ പാട്ട് പാടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. അത് കറക്റ്റായിട്ട് അതുപോലത്തെ പാട്ടായിരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ കുറേ പാട്ട് പാടിയിട്ടുണ്ട്. കുറേ ഒക്കെ നല്ല പാട്ടുകളും ഉണ്ട്. ഉം. പക്ഷെ ആ ഒരു യഥാർത്ഥ ഫീൽ ഉണ്ടല്ലോ, ആ വരികൾ കിട്ടുമ്പോഴാണ് അതെ. അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇപ്പം പാടിയത് വേദപമ്പ ഓമനിച്ച സ്വാമി അയ്യനെ സ്വരവേരുണങ്ങിടാതെ എന്നെ കാത്തിടണമേ. അതൊരു പുതിയ പദമാണ്.
അത് മാത്രമല്ല, അതിനകത്ത് രാജീവ് വേറൊരു ഇതും കൂടെ എഴുതിയിട്ടുണ്ട്. പുരിക വില്ല് നീ കുലച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഉം. അതൊരു പുതിയ ഒരു സംഭവമല്ലേ, സംഭവം. പുരികത്തിന്റെ ഒരു വില്ല് വില്ല്. പോലെ ആക്കിയിട്ട് അതിൽ ഒരു അമ്പും ചെറിയ വില്ലും ആണല്ലോ. അതെ. അപ്പം അതൊക്കെ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ രോമാഞ്ചം ഉണ്ടാകും. പെട്ടെന്ന് പാടുമ്പോഴത്തേക്ക് നമുക്കൊരു ഡിവൈൻ ഫീല് വരും. ഇപ്പൊ ഈ സിനിമാ ഗാനങ്ങൾ പാടുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അയ്യപ്പ ഭക്തി പിന്നെ ഗാനങ്ങളിലേക്കൊക്കെ തീർച്ചയായിട്ടും. എത്തുമ്പോൾ. അപ്പൊ അതിന് രണ്ടിനും തമ്മിൽ സാറിന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ സാറിന് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ള സിനിമ ഓരോന്നിനും ഓരോ ജോണറാണ്. അതായത് ഇപ്പൊ ഓരോ പാട്ടുകളും ഇപ്പം സപ്പോസ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി, അത് അതിനകത്ത് തന്നെ ഒരു ദുഃഖത്തിന്റെ അംശമുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ഡ്രമാറ്റിക് ആക്കേണ്ട കാര്യമില്ല. അതൊക്കെ എക്സ്പീരിയൻസിനെ കിട്ടത്തുള്ളൂ. നമ്മൾ ആ ഒരു പാട്ട് ജോൺ ചേട്ടൻ പറഞ്ഞു തരുന്ന രീതിയിൽ പാടിയാൽ മതി. റൊമാൻസ് ആണെങ്കിൽ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളി, അത് റൊമാൻസ് ആണ്. അപ്പം നമ്മുടെ മനസ്സിൽ റൊമാൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ആ റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ പ്രായഭേദമന്യേ കേട്ടോ, എത്ര വയസ്സിലും റൊമാൻസ് ഉണ്ടാകും. തീർച്ചയായിട്ടും. അപ്പം അത് അങ്ങനെ ആയിരിക്കും. അടിപൊളി പാട്ടാണ് ഹേ അഹമനോരഞ്ജിനി സുരംഗനി, അത് ആ രീതി പോവും. അപ്പൊ അത് പാടുമ്പോ ഒക്കെ ഞാൻ മോഹൻലാലിനെ ആലോചിക്കും. ഇതിപ്പോ അങ്ങനെ ഓരോ പാട്ടിനും ഓരോ ജോണറുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മളത് കേൾക്കുമ്പം നമുക്ക് ആ ശബരിമല, ഞാൻ 21 പ്രാവശ്യം ശബരിമല പോയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ തിരക്ക് കൂടിയപ്പോഴത്തേക്ക് ഞാൻ പോവാറില്ല. പക്ഷെ അപ്പോഴാണ് എനിക്ക് ഹരിവരാസനം അവാർഡിൽ ഹരിവരാസന അവാർഡ്. അതൊരു മഹാഭാഗ്യമാണ്. മോർ ദാൻ എ നാഷണൽ അവാർഡാണ് എനിക്കത്. ഒരു ഒപ്പം തന്നെ അത് സന്നിധാനത്ത് വെച്ച് അത് ഏറ്റുവാങ്ങിയ ആദ്യത്തെ വ്യക്തിയാണ്. 4 പ്രാവശ്യം ആ അവാർഡ് കൊടുത്തത് പമ്പയിൽ പമ്പ. വെച്ചാണ്. 5ാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടുന്നത്, അതും മഹാരഥന്മാർ വീണ്ടും കിടക്കുന്നു ആ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് എനിക്ക് 5ാമത് ദാസേട്ടൻ, ജയേട്ടൻ, എനിക്ക് തോന്നുന്നു വേറെ ആരൊക്കെയോ, ജയവിജയൻ ഉം. സാർ, അങ്ങനെ 4 പേര് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കാണ് കിട്ടിയത്. അത് സന്നിധാനത്തിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സന്നിധാനത്തിൽ പോയി ഈ ഇത്രയും നാൾ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ആദ്യമായിട്ട് അയ്യപ്പനെ ശരിക്കൊന്ന് കാണാൻ സാധിച്ചത് അന്നാണ്. അന്ന് ഞാൻ VIP ആണല്ലോ. അതെ. കാരണം അന്ന് വൈകുന്നേരം ചെന്ന ദിവസം വൈകുന്നേരമുള്ള ദീപാരാധന, അതിന് മുമ്പ് ഇതൊന്ന് തൊഴാൻ സാധിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ആ പ്രഭയിൽ, ആ അയ്യപ്പൻ്റെ ആ പ്രഭയിൽ, അത് അവിടെ നിൽക്കുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് വല്ലാണ്ട് നമ്മുടെ ദേഹമൊക്കെ വല്ലാണ്ടായിപ്പോവും. അത്ര ഭയങ്കര പവറാണ്. അപ്പോൾ അത് കരഞ്ഞുപോയി. എന്നാൽ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത്രയും നാളായിട്ട് വന്നിട്ട് ഞാൻ അയ്യപ്പനെ കാണുമ്പോൾ, നമ്മളൊക്കെ അന്ന് പോകുമ്പോഴത്തേക്ക് അയ്യപ്പനെ കണ്ടു ഒരൊറ്റത്തല്ല, തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു. അന്ന് ചെറുപ്പമാണ്, ഒരു അതെ അതെ. രസം. ആ ഒരു രസത്തിനും കൂടാണ് ഞാൻ പോയത്. ഈ ശബരിമല പോകുന്നത് ഒരു അയ്യപ്പനെ കാണുക, വ്രതം എടുക്കുക എന്നൊക്കെ ഉള്ളൊരു പാർട്ട് ഓഫ് ലൈഫ്. ലൈഫ്. പക്ഷെ അന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടു. കണ്ടിട്ട് പോയി. അവിടെ എനിക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അവിടെ കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ നാളെ കാലത്ത് 9:30 എങ്ങാണ്ടാണ് ഇതിൻ്റെ ഈ അവാർഡ് ഫംഗ്ഷൻ. അന്ന് മിനിസ്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. അന്ന് ശിവകുമാർ, ജയറാം ഉണ്ടായിരുന്നു, സുപ്രീം കോർട്ട് ജഡ്ജസ് എല്ലാം ഉണ്ടായിരുന്നു, പിന്നെ ജയം രവി. രവി. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ആൾക്കാർ വരുന്ന മലയാളികൾ മാത്രമല്ല, കന്നഡയുണ്ട്, തെലുങ്കുണ്ട്, ഹിന്ദിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ആകെപ്പാടെ ഒരു 2 പാട്ട് അല്ലെങ്കിൽ 3 പാട്ടോ 4 പാട്ടോ എന്തോ പറഞ്ഞു. അത് മൊത്തം മലയാളം എഴുതിക്കൊണ്ട് പോയത്. പിന്നെ ഞാൻ രാത്രി ഇരുന്ന് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, അങ്ങനെ 4 പാട്ടും പഠിച്ച്, വേറെ ദാസൻ പാടിയത്, പിന്നെ SPB സാർ പാടിയത്, അങ്ങനെ 4. പിന്നെ എൻ്റെ ഒരു പാട്ട്, പമ്പ വിളക്കിനു പപ്പടം കാച്ചാൻ അമ്പിളി മാമൻ വന്ന്, അതൊരു പാട്ട്. വേറെ ഏതോ ഒരു പാട്ടുകൂടെ പാടി. പിന്നെ ഈ തെലുങ്ക്, തമിഴ്, കന്നഡ. അയ്യോ, അപ്പോൾ അത് ശരിക്കും ഇപ്പോഴും കണ്ണീന്ന് മായാത്ത ചില വേദികളാണ്. ഞാൻ എത്രയോ പ്രോഗ്രാംസ് ഞാൻ ഗാനമേളകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ആ മൂമെന്റ്സ് എൻ്റെ കണ്ണീന്ന് മായി നില്ല. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ജനലക്ഷങ്ങൾ അങ്ങറ്റം വരെ നിൽക്കുക. അപ്പം കന്നഡ പാടുമ്പോഴത്തേക്ക് അവരവരുടെ ഭാഷയിൽ ഭയങ്കരമായിട്ട് ഇതാവും. മലയാളമാണ് കൂടുതലും മലയാളികൾ. അപ്പോൾ അതൊരു ഭയങ്കര മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഹരിവരാസന അവാർഡാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും.
മറ്റേ അവാർഡ്സുകളും ഞാൻ മോശമെന്നല്ല പറയുന്നത്. എങ്കിലും പൊന്നമ്പലം വീട്ടിൽ നിന്നിട്ട് അവാർഡ് വാങ്ങുക പിന്നെ അല്ലെങ്കിൽ അവിടെ ഒരു ഭഗവാന്റെ തൊട്ട് മുമ്പ് ചെന്നിട്ട് അത് ഒരു വലിയൊരു ഭാഗ്യം. അത് വലിയ ഭാഗ്യമാണ്. അത് ഭഗവാൻ തരുന്നതല്ലേ. ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ജൂറി ആരാണോ അവരുടെ അടുത്ത് ഭഗവാൻ തോന്നിപ്പിക്കുക എങ്കിൽ ഇത് ഇദ്ദേഹത്തിന് കൊടുക്കൂ. അതൊക്കെ നിമിത്തമാണ്. ഇപ്പൊ നാഷണൽ അവാർഡ് ഈ 2 നാഷണൽ അവാർഡ് കിട്ടി അതും നിമിത്തമാണ്. തീർച്ചയായിട്ടും. നമുക്ക് കിട്ടുന്ന എല്ലാം നിമിത്തമാണ്. നമുക്കൊരു അടി കിട്ടിയാലും അത് നിമിത്തമാണ്. അതാണ് അതിന്റെ സത്യം. ഉറപ്പായിട്ടും. ഇപ്പോ ഒരുപാട് തവണ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. ആ. ഏറ്റവും മറക്കാനാകാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അയ്യപ്പന്റെ അടുത്ത് നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ അയ്യനെ ഞാനത് എവിടെ കാണാൻ പോകുമ്പോ? പറഞ്ഞിട്ടുണ്ട്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ശബരിമലയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ പോകും. അന്ന് ഞാന്, ആനന്ദ്, കുഞ്ഞുമോന്, ജോയി അങ്ങനെ കുറച്ച് ഓർക്കസ്ട്രയുടെ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ശബരിമല പോയി. ഓ. പോയി അപ്പോൾ അവിടെ പാടാൻ അവസരം കിട്ടി. കാരണം അന്ന് ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കിടക്കുക. ഓ. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഓരോരുത്തർ വന്നിരുന്ന് പാടും. അപ്പം നമ്മൾ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 3 തൊട്ട് 4 വരെ, ചിലപ്പോൾ 1 തൊട്ട് 2 വരെ, ചിലപ്പോൾ 6 തൊട്ട് 7 വരെ. 6 തൊട്ട് 7 വരെ കിട്ടിയ മഹാഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് 5 തൊട്ട് 6 വരെ അങ്ങനെ ഏതാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാടിയെല്ലാം തൊഴുത് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ ഈ സ്പീഡിലുള്ള തൊഴാണ്. കാരണം അവിടെ അവര് ക്ഷണിച്ചിട്ടൊന്നും അല്ല ഞാൻ പോയത്. ഞങ്ങൾ സ്വമേധയാ പോയി അവിടെ ചെന്നു എഴുതി കൊടുത്തപ്പോൾ പാടാൻ പറഞ്ഞ MG ശിവകുമാർ ആയിരുന്നോ ഒന്നും അവർക്കാർക്കും അറിഞ്ഞൂടാ. അന്നും വലുതായിട്ടൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെ ഇറങ്ങാമെന്ന് വെച്ചു, വേർക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ പോക്കും അതുപോലെയായിരുന്നു. ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഉച്ചയ്ക്കാണ് പോകുന്നത്. വൈകുന്നേരം എത്തുമ്പോഴത്തേക്ക് പമ്പയിൽ കുളി കഴിഞ്ഞ് പമ്പാ ഗണപതിയും തൊഴുത് നേരെ ഒരു 5:30 6 മണിക്ക് കയറി കഴിഞ്ഞാൽ ദീപാരാധന സമയത്ത് തൊഴാൻ സാധിച്ചാൽ തൊഴും, ഇല്ലെന്നുണ്ടെങ്കിൽ തൊഴുതിട്ട് വരും. എന്നിട്ട് രാത്രി തന്നെ ഇനി ഇറങ്ങും. അപ്പം രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാലത്താകുമ്പോൾ വീട്ടിലെത്താം. അപ്പോൾ വലിയ ക്ഷീണം വരില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ വയസ്സായ ഒരു മനുഷ്യൻ, ഒരു കൗപീനം മാത്രമേ ഉള്ളൂ, ഒരു കെട്ട്. എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഇപ്പോഴത്തെ പോലെ റോഡൊന്നുമില്ല. മൊത്തം ഒരു കല്ല് ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും, അങ്ങനത്തെ ഇതാണ്. പിന്നെ സുബ്രഹ്മണ്യൻ റോഡെന്ന് പറഞ്ഞത് അത് മുഴുവൻ വേരാണ്. രാത്രിയിൽ ഇറങ്ങാൻ പറ്റില്ല, പാമ്പുണ്ട് വേരുമുണ്ട്. കാരണം ഏതാണ് വേരും ഏതാണ് പാമ്പെന്ന് അറിയാൻ പറ്റത്തില്ല, അങ്ങനത്തെ രീതിയാണ്. അപ്പം ഞങ്ങൾ ഈ റോഡിൽ കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വയസ്സായിട്ടുള്ള ഒരാൾ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ പറ്റാതെ വീണ്ടും ചെന്ന് ഒരു പോസ്റ്റിൽ ചെന്നിട്ട് ഇടിച്ച് വീഴുന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, തമിഴിൽ ചോദിച്ചു, എനിക്ക് തമിഴറിയാം. നീങ്ക എങ്കേന്ന് വരുന്നത് ഉടനെ പറഞ്ഞ് അയാൾ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടേ ഇത് തമിഴല്ല, ഇത് ഹിന്ദിയാണെന്ന് നോക്കി. അപ്പോൾ എന്നെ കൂടെ ഉണ്ടായിരുന്ന ആർക്കോ ചെറിയ മുറി ഹിന്ദി അറിയായിരുന്നു. തൂ കഹാസെ ആയെന്നൊക്കെ എന്തൊക്കെയോ ചോദിച്ചു. അപ്പം പുള്ളി വേറെന്തോ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ് ഇത് അതുമല്ല, നമുക്ക് എന്താ. അപ്പോൾ ഇദ്ദേഹത്തിന് വിട്ടേച്ച് പോകാൻ വയ്യ. കാരണം ഇദ്ദേഹത്തിന് വിട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം വീഴും, ചിലപ്പം തട്ടിപ്പോവും. അത് കാരണം നമ്മൾ എന്ത് വിചാരിച്ചു, പാവം ഇങ്ങനെ എങ്ങോട്ടാ പോകുന്ന അറിഞ്ഞു. അപ്പം നമ്മൾ ഇനി താഴോട്ട് പോകണു, അവിടെ തട്ടുന്നു, വീണ്ടും ഇങ്ങോട്ട് പോകണു, തട്ടുന്നു. അപ്പം ഞാനൊരു കയ്യിൽ പുള്ളി ഇങ്ങനെ എടുത്തു, വേറെ എൻ്റെ ഒരു കൂട്ടുകാരൻ മറ്റേ കയ്യിലെടുത്തു, എന്നിട്ട് പൊക്കി. അപ്പം അങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. എന്നിട്ട് നടന്ന് വരുമ്പോൾ ഞാൻ പറയും, ഡേയ് എൻ്റെ ഇവിടെ ഒടിയാറായി എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ കീബോർഡ് വാങ്ങിച്ചിട്ട് ഞാൻ പിടിച്ചോണ്ട് അവനെടുക്കും. അങ്ങനെ ഏകദേശം പമ്പയുടെ താഴെ, അതായത് ഗണപതി ക്ഷേത്രത്തിൻ്റെ മുകളിൽ വരെ കൊണ്ടുവിട്ടപ്പോൾ അങ്ങേര് പറയും കുറേ എന്തൊക്കെ പറഞ്ഞു. എന്നൊക്കെ എന്തോ പറഞ്ഞു. ഞാൻ പറയടാ, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വല്ല കാര്യം ഉണ്ടായിരുന്നു. കാരണം ഇത് ഒന്നാമത് നമുക്കേ ഇറങ്ങാൻ പ്രയാസം, പിന്നെ ഒരാളിനെ 2 സൈഡ് പൊക്കിയെടുത്തോണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര ആരോഗ്യവാന്മാരൊന്നുമല്ല. അങ്ങനെ താഴെ ഇറങ്ങി ഞങ്ങൾ കട്ടൻ കുടിച്ചിട്ട് നോക്കുന്നു, ഇയാളെ കാണുന്നേയില്ല. അതാരുടെ പരീക്ഷണമാണോ ഇനി അങ്ങനെ അദ്ദേഹത്തിന് അത്ര പെട്ടെന്നൊന്നും എവിടെയെങ്കിലും പോകാൻ പറ്റില്ല. കാരണം നടക്കാനേ വയ്യാത്തൊരാൾ. പരീക്ഷണമാവാം. ഇതുപോലെ പല പരീക്ഷണങ്ങളും ഉണ്ട്.